2017 മോഡൽ 18 രജിസ്ട്രേഷൻ ടിയാഗോ എക്സ്ടി 17 ടിയാഗോ എക്സ്ടി 68,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്, റീപ്ലേസ്മെന്റ് ഇല്ല. ഹെഡ്സെറ്റ് ആണല്ലോ, ഹെഡ്സെറ്റ് ആണ്, ബാക്കിൽ ഹെഡ്സെറ്റിന്റെ ബാഡ്ജിങ് ആണല്ലേ. സോറി, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, മിഡിൽ ഓപ്ഷൻ ആക്കി കുറക്കില്ലേ. 17 ടിയാഗോ ഹെഡ്സെറ്റ് 68,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. അന്ന് ശരിക്കും എൽഒഎസ് ഇറങ്ങുന്നില്ല കമ്പനിയിൽ തന്നെ. 3,30,000 ഫുൾ ഓൺ. 2017 മോഡൽ 18 രജിസ്ട്രേഷൻ ടിയാഗോ എക്സെഡ് 68,000 കിലോമീറ്റർ. ഓണർഷിപ്പ് എത്രയുണ്ട്? സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്, വേറെ റീപ്ലേസും കാര്യങ്ങളൊന്നും ഒന്നുമില്ല. വാറന്റി കൊടുക്കാൻ പറ്റുമോ നമുക്ക്? വാറന്റി 17 വണ്ടി 18 നമുക്ക് നോക്കാം. ഓക്കെ. അടുത്ത 2018 മോഡൽ 17 മോഡൽ 65,000 കിലോമീറ്റർ വാഗണർ LXi. 17 ആണോ 18 ആണോ? 17 മോഡൽ വാഗണർ LXi. കിലോമീറ്റർ എത്രയാണ്? ഓഹോ, കിലോമീറ്റർ 68,000. ഓണർഷിപ്പോ 65,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് ഉണ്ട്. 3,10,000 കൊടുക്കാം. 2017 മോഡൽ വാഗണർ LXi റീപ്ലേസ്മെന്റ് ഇല്ല, സെക്കൻഡ് ഓണർഷിപ്പ് ഉണ്ട്. 3,10,000. അതെ. ലോണൊക്കെ ഫുൾ ലോൺ പറയാൻ പറ്റുമോ? മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. നമസ്കാരം, ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ എടക്കാട് പോലീസ് സ്റ്റേഷന്റെ അടുത്തുള്ള മഹീന്ദ്രന്റെ ഓട്ടോബോട്ട് എന്നുള്ള ഡീലർഷിപ്പിലാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്ന വണ്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം ലോൺ കിട്ടുന്ന, അതുപോലെ തന്നെ 2 വർഷം വാറന്റി കിട്ടുന്ന, മാർക്കറ്റ് റേറ്റ് ആയിട്ട് കമ്പയർ ചെയ്യുന്ന അത്യാവശ്യം നല്ലൊരു റേറ്റിൽ നിൽക്കുന്ന വണ്ടികളാണ്. ഏകദേശം 100ഓളം വണ്ടികൾ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ കുറെ ഓഫേഴ്സ് ഓണൊക്കെ പ്രമാണിച്ചിട്ട് അനസ്കോരിക്ക് വെച്ചിട്ട് അപ്പോൾ ഉള്ള ഒരു വണ്ടികൾ പരിചയപ്പെട്ടു. സോ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറക്കരുത്. അപ്പൊ അൻസ്ക, ഓണം അടുപ്പിച്ചിട്ടുണ്ട്, ഓഫർ തുടർന്നുകൊണ്ടിരിക്കണേ. ഓട്ടോമോട്ടിലെ എല്ലാ മാസം ഓഫർ. ഈ മാസം സ്പെഷ്യൽ ഓഫർ നമ്മുടെ ആനിവേഴ്സറിയും കൂടിയാണ്, ഓണം ആനിവേഴ്സറി ഓഫറും കൂടിയാണ്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ തന്നെ ഗിവ് അവേ ഉണ്ട്, കാർ സെറ്റ് ആയിട്ടുണ്ട്. ഈ മാസം മാക്സിമം വില കുറച്ചിട്ട് തന്നെ വണ്ടി കൊടുക്കണം. നമ്മൾ ഓഫർ അതാണ്, എല്ലാ കസ്റ്റമർക്കും മാക്സിമം വില കുറച്ചിട്ട് തന്നെ വണ്ടി കൊടുക്കും. പേര് എങ്ങനെയാണ്? ജംഷീർ. ഇരിട്ടി സ്ഥലം. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. കുറെ സ്ഥലത്ത് പോയി, ഒരുപാട് സ്ഥലത്ത് പോയി കാർ നോക്കാൻ പോയിട്ട്, ഒരുപാട് സ്ഥലത്ത് പോയിട്ട് വേറെ ഡീലേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അത്ര ഇതായിട്ട് തോന്നില്ല, തൃപ്തിയായിട്ട് തോന്നില്ല. പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്നപ്പോൾ നമുക്ക് കാര്യങ്ങൾ എല്ലാവരും സർവീസും കാര്യങ്ങളൊക്കെ ഇഷ്ടമായി. പ്രത്യേകിച്ച് എല്ലാവരും അടിപൊളിയാണ്. ഇവിടുത്തെ മാനേജ്മെന്റ് ആയാലും ഇവിടുത്തെ സർവീസ് സ്റ്റാഫാണ്. എക്സിക്യൂട്ടീവ് പ്രത്യേകിച്ച് അതുലിനെ പറ്റി പറയാനില്ല, അടിപൊളി സ്റ്റാഫാണ്. എല്ലാം ഫാസ്റ്റ് ആക്കി തന്നിട്ടുണ്ട്, പെട്ടെന്ന് എല്ലാം റെഡി ആക്കി തന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ഡെലിവറിയാണ്, ഡെലിവറിക്ക് വേണ്ടിയിട്ട് നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി വന്നതാണ്. നല്ല സർവീസാണ്, അടിപൊളി സർവീസാണ്. അപ്പോൾ എല്ലാവരും ഓട്ടോബോട്ട് ഇങ്ങോട്ട് വരിക. നല്ല കളക്ഷൻ. അപ്പൊ ഹാപ്പി മോട്ടറിംഗ്. ഓക്കെ. ഇപ്പൊ വാറന്റിയുള്ള വണ്ടികളുടെ ഫസ്റ്റ് വണ്ടി 2017 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് 60,000 കിലോമീറ്റർ ഓടിക്കുന്ന KUV 60,000 കിലോമീറ്റർ ഓടിക്കുന്ന ഫുൾ ഓൺ 3,20,000 ഫുൾ ഓൺ. ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ഓണർഷിപ്പ്. വാറന്റി കിട്ടുമോ? വാറന്റി കിട്ടൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ടയറൊക്കെ അത്യാവശ്യം ആവറേജ് അബവ് ഉണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. K4 അല്ലേ ഇത്? മനസ്സിലാ, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. K4 G80 എന്നുള്ള എംഫാൽക്കൺ എഞ്ചിൻ ആണ്. പെട്രോൾ ആണ് അല്ലേ? ഏകദേശം 13-15 റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടുന്നുണ്ടാവും. ഫുൾ ലോൺ കിട്ടൂലേ? കൊടുക്കാം. 17 മോഡൽ ആമി ഓട്ടോമാറ്റിക് ആണ്. KL53 പെരിന്തൽമണ്ണ. 3.5 ലക്ഷം രൂപ കൊടുത്തേക്കാം ഫുൾ ലോൺ. 3.5 ലക്ഷം രൂപ. 2017 മോഡൽ. 17 മോഡൽ ആമിയോ ഡീസൽ ഓട്ടോമാറ്റിക്. 3.5 ലക്ഷം രൂപ. ഹൈലൈനിലേക്ക് വരുന്ന നേരം കമ്പനി LOS വരുന്നുണ്ടാവും. സെഡാനിൽ ബാക്ക് വൈപ്പർ വരുന്നില്ല, പക്ഷേ ഡീഫോഗർ വരുന്നുണ്ടാവും. ഡ്യുവൽ എയർബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, അതേപോലെ തന്നെ DSD ഗിയർ ബോക്സിന്റെ ഏകദേശം 18 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. 15-18 ഓട്ടോമാറ്റിക് AC എല്ലാം ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നുണ്ടാവും. 3.5 ലക്ഷം രൂപ ഫുൾ ഓൺ. അടുത്ത 2014 മോഡൽ ഇയോൺ മാഗ്ന പ്ലസ് 76,000 കിലോമീറ്റർ ഓടിക്കുന്ന ഫുൾ ഓൺ വണ്ടി 1,75,000 രൂപയ്ക്ക്. അടുത്ത 1000 cc ആണോ 800 cc ആണോ? 800 cc സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. മാഗ്ന പ്ലസിൽ വരുന്ന ടയർ സൈസ് വ്യത്യാസം വരുന്നുണ്ട്, ഇൻബിൽറ്റ് സ്റ്റീരിയോയും വരുന്നുണ്ട്. അതേ സമയത്ത് AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസും വരുന്നുണ്ട്. എല്ലാം വർക്കിംഗ് അല്ലേ? അതെ, ഫുൾ ഓൺ ഇട്ട് കൊടുക്കുക. 1.25 ലക്ഷം രൂപ. അടുത്ത 2024 മോഡലാണ് 4,000 കിലോമീറ്റർ ഓടിക്കുന്ന ZXA വാഗണർ. 2024 മോഡൽ 4,000 കിലോമീറ്റർ വാഗണർ 6,80,000 വേറെ വണ്ടി എടുത്തതാ, XUV എടുത്തതാ. ഇത് 1.2 ZXA ആണല്ലേ? അതെ, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. പുതിയ വണ്ടിനേക്കാൾ റേറ്റ് എത്ര കുറവുണ്ടാവും? പുതിയ വണ്ടിനേക്കാൾ എത്ര വില കുറവുണ്ടാവൂലേ? എത്ര കുറവുണ്ടാവും? 1 ലക്ഷം ഉണ്ട്. 1 ലക്ഷം കുറവുണ്ട്. അതെ. കിലോമീറ്റർ ഒരുപാട് ഓടിയോ? 4,000 കിലോമീറ്റർ. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും വന്നില്ലല്ലോ? ഇല്ല, ഒരു സൈഡ് മിററിന്റെ കവറാണ് പൊട്ടിപ്പോയത്. അതെ, വേറെ ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ലോണൊക്കെ എന്തോരം പറയാൻ വേണ്ടി ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് 24 വണ്ടിക്ക് ചെയ്യാം. റേറ്റ് എത്ര ചോദിക്കുന്നത്? 6,80,000 കൊടുക്കാം. 6.80. പുതിയ വണ്ടിക്ക് 7.80 7 സംതിങ്. അടുത്ത 2012 മോഡൽ ഡസ്റ്റർ ആണ് 110. 2012 ഡസ്റ്റർ 110. ഓക്കെ. അതെ, ഇത് വേരിയന്റ് RXL. ഇത് RXL 1 ലിറ്റർ ആണ്. ഓക്കെ. 1 ലിറ്ററോ? അല്ല, 110 ആണ്. 110. ഓക്കെ. 110 PS. അതെ. 2012 96,000 കിലോമീറ്റർ ഓടിയുള്ള ഡസ്റ്റർ. റേറ്റ് എങ്ങനെയാണ്? 2,70,000 കൊടുക്കാം. 2 എയർ ബാഗ്സ് ഉണ്ടാവും, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് ഉണ്ടാവും. എത്രയ്ക്കാ?
2,70,000 രൂപയ്ക്ക് 2.25 രൂപയ്ക്ക് 2012 മോഡൽ ഡസ്റ്റർ. ലോണൊക്കെ അത്ര തന്നെ കയറില്ല, അതിന് മുകളിൽ കയറില്ലോ കൊടുക്കാൻ നോക്കാം. ഡസ്റ്റർ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2.25 രൂപയാണ് അത്യാവശ്യം ലോൺ കയറുന്ന വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. 15 റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടുന്നുണ്ട്. അടുത്ത ഡ്രൈവർ 2020 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് 44,000 കിലോ ഡ്രൈവറാണ്. 2020 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് 44,000 കിലോമീറ്റർ ഓട്ടോമാറ്റിക് ആണ്. RXT എന്നുള്ള വേരിയന്റ് അല്ലേ? അതെ. ഈ ബാക്കി കിടക്കുന്ന വണ്ടി പോലീസ് സ്റ്റേഷനത്തെ അല്ലേ? അതെ. ഓക്കെ. 5,30,000 രൂപയ്ക്ക് വണ്ടി വരും. 2020 മോഡൽ ഓട്ടോമാറ്റിക് ഡ്രൈവർ, ഫുൾ ഓൺ ഓട്ടോമാറ്റിക്കലി ഒരു 13 ഒക്കെ റേഞ്ചിൽ മൈലേജ് 14 പ്രതീക്ഷിക്കാം. പെട്രോൾ തന്നെ ഫ്യൂൽ ഓപ്ഷൻ ഡ്രൈവറിലേക്ക് വരുന്നേരം കിട്ടുന്നുണ്ടാവുള്ളൂ. ഇത് ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ വരുന്ന വണ്ടി അല്ലേ? അതെ. നിലവിൽ റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. RXZ തൊട്ട് താഴത്ത് RXT ഒന്നുമില്ല. ഓക്കെ. ലോണൊക്കെ എന്തായാലും പറയാൻ പറ്റും? ലോണൊക്കെ ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം നമുക്ക്. 2014 മോഡലാണ് ഗ്രാൻഡേഡൻ ആസ്റ്റ സെക്കൻഡ് ഓണർഷിപ്പ് 95,000 കിലോമീറ്റർ ഓടിക്കണം. ആസ്റ്റ പെട്രോൾ 1.2 കാപ്പ എഞ്ചിൻ ആയിരിക്കും വരുന്നുണ്ടാവും. 13-15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. ഫുൾ ഓപ്ഷനിലേക്ക് വരുന്ന സ്റ്റിയറിംഗ് കൺട്രോൾസ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, എയർ ബാഗ്സ്, ഇങ്ങനെയുള്ള ഒരു എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ബാക്ക് വൈപ്പർ, ഡിഫോഗർ എല്ലാം തന്നെ. 3,30,000 രൂപയ്ക്ക് ഫുൾ ഓൺ. 2014 14 മോഡൽ ഗ്രാൻഡേഡൻ ആസ്റ്റ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 90,000 കിലോമീറ്റർ. 90,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. വേറെ റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അടുത്ത 2016 മോഡൽ ബലേനോ 90,000 കിലോമീറ്റർ ഓടിക്കണം. ഇത് സീറ്റ് ആണോ ആൽഫ ആണോ? പ്രൊജക്ടർ ഹെഡ്ലാമ്പ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. 90,000 കിലോമീറ്റർ ഫുൾ ഓൺ വണ്ടി. മോഡൽ ഏതായിരുന്നു പറഞ്ഞത്? 2016 മോഡൽ ബലേനോ. പെട്രോൾ ആണോ ഡീസൽ ആണോ? പെട്രോൾ ഏകദേശം ബലേനോക്ക് നോർമൽ ആയിട്ട് 16, 17, 18 റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടാറുണ്ട്. അതെ. 90,000 കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ അല്ലേ? ജെന്യൂൻ കിലോമീറ്റർ ആണ്. 5,20,000 രൂപയ്ക്ക് ഫുൾ ഓൺ. 5,25,000 2016 മോഡൽ ബലേനോ സീറ്റ. റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അടുത്ത 2017 മോഡൽ നമുക്ക് വാറന്റി കിട്ടൂലല്ലോ? ഇല്ല, കിട്ടില്ല. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഞാൻ പറയുന്നുണ്ട്. ഓക്കെ. അടുത്ത 2017 മോഡൽ ഗ്രാൻഡേഡ് സ്പോർട്സ് 33,000 കിലോമീറ്റർ ഓടിക്കണം. ആകെ 30,000 കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ. മാത്സിന്റെ ഒരു ആഫ്റ്റർ മാർക്കറ്റ് എല്ലോയ്സും കൊടുത്തായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നിലവിൽ റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നല്ല വണ്ടി, ക്ലീൻ വണ്ടി. 4,30,000 രൂപ കൊടുത്തേക്കാം. 4,35,000 2017 സ്പോർട്സ് ആകെ 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? നല്ല വണ്ടി. ഒരു ഫ്രഷ്നസ് ഉണ്ട്. എഡീഷണൽ ഒരു എലോയ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ടയർ ഉണ്ട്. അടുത്ത 2015 മോഡൽ 52,000 കിലോമീറ്റർ ഓടിക്കുന്ന i20 സ്പോർട്സ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. നല്ല വണ്ടി. മോഡൽ ഇയർ ഏതായിരുന്നു പറഞ്ഞാൽ? 2015 മോഡൽ. 2015 എലീറ്റ് എന്നുള്ള ഷേപ്പ് ആണ് വരുന്നത്. അതെ. KL13 കണ്ണൂർ രജിസ്ട്രേഷൻ തന്നെ അല്ലേ? ആസ്റ്റ എന്നുള്ള ഫുൾ ഓപ്ഷൻ. ആസ്റ്റ ഫുൾ ഓപ്ഷൻ. സ്പോർട്സ് അല്ല, ആസ്റ്റ ആണല്ലേ? അതെ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ്, എയർ ബാഗ്സ്. ആസ്റ്റ 52,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഏകദേശം 13 റേഞ്ചിൽ മൈലേജും കിട്ടുന്നുണ്ടോ? ലോണൊക്കെ എന്തോരം പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ? 2015 നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. 2017 മോഡൽ ഹോണ്ട അമേസ് ഡീസൽ ആണ്. 90,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് ഉണ്ട്. 2017 മോഡൽ ഹോണ്ട അമേസ് ഡീസൽ അല്ലേ? ഇത് ഡീസലിലേക്ക് 4,95,000 രൂപ കൊടുക്കാം. ഡീസലിലേക്ക് വരുന്നേരം നമുക്ക് എങ്ങനെയായാലും ഒരു 25 റേഞ്ചിൽ മൈലേജ് കിട്ടും. മൈലേജ് എന്തായാലും കിട്ടും. അതേസമയത്ത് കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള വണ്ടി അല്ലേ? അതെ. 17 ഇത് SMT അല്ലേ വേരിയന്റ് വരുന്നത്? SMT എന്ന് പറയുന്നേരം എയർ ബാഗ്സും സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവുക. അതെ. റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കുക ഫുൾ ഓൺ. ഓക്കെ. അടുത്തത് 2019 മോഡൽ ടിയാഗോ 54,000 കിലോമീറ്റർ ഓടിക്കുന്ന XZ പ്ലസ് മാനുവൽ ആണ്. 2019 മോഡൽ 54,000 കിലോമീറ്റർ ഓടിക്കുന്ന സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 4,40,000 രൂപ കൊടുത്തേക്കാം നമുക്ക് ഫുൾ ഓൺ. 19 XZ അല്ലേ? XZ പ്ലസ്. അതെ. അന്നിറങ്ങിയ വണ്ടിക്ക് ഏകദേശം 8 ലക്ഷം രൂപ വാറന്റിയോട് കൂടി തന്നെ നമുക്ക് 4,40,000 രൂപ കൊടുത്തേക്കാം. 2 വർഷം വാറന്റി, 1 വർഷം റോഡ് സർവീസ് അസിസ്റ്റന്റ് എല്ലാം കൊടുക്കാം. ഒരു ആൻഡ്രോയിഡ് സ്ക്രീനും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻബിൽറ്റ് ആയിട്ട് എയർ ബാഗ്സും സ്റ്റിയറിംഗ് കൺട്രോൾസും വരുന്നുണ്ടാവും അല്ലേ? വരുന്നുണ്ട്. അന്ന് തന്നെ വണ്ടിക്ക് ഏകദേശം 8 ലക്ഷം രൂപ എടുത്ത് പുതിയ വണ്ടിക്ക് ഇറങ്ങുന്ന റേറ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ 4,40 2 വർഷം വാറന്റി ഉൾപ്പെടെ അല്ലേ? അതെ. ലോൺ ഫുൾ ലോൺ കിട്ടുന്നുണ്ടാവോ വണ്ടിക്ക്? ഫുൾ ഓൺ. ഓക്കെ. അടുത്തത് 2022 മോഡല് കിഡ് 22 മോഡൽ 23 രജിസ്ട്രേഷൻ ആണ്. ഓക്കെ. ഞാൻ വേറെ കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇത് 1000 cc ആണോ 800 cc? 1000 cc കിഡ് ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്. അതെ. വേരിയന്റ് ഏതാ വരുന്നത്? RXL, RXT എന്നുള്ളത് ഫുൾ ഓപ്ഷൻ ആണ്. അതെ. കിലോമീറ്റർ എത്ര ഓടിയെന്ന്? ഇത് വെറും 11,000 കിലോമീറ്റർ. ആകെ 11,000 ഓടി. 11,000 കിലോമീറ്റർ 2 വർഷം വാറന്റിയോട് കൂടി 4,20,000 രൂപയ്ക്ക് ഫുൾ ഓൺ. 22 മോഡൽ 23 രജിസ്ട്രേഷൻ 11,000 കിലോമീറ്റർ ഓടിക്കണം. ഫേസ് ലിഫ്റ്റ് വണ്ടി. പുതിയ വണ്ടിക്ക് 6 രൂപ എടുത്ത റേറ്റില്ല, 6 ലക്ഷത്തിന് എടുത്ത റേറ്റ് ഉണ്ട്. അപ്പൊ പുതിയൊരു വണ്ടി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് വാറന്റിയും കിട്ടുന്നുണ്ട്. അതേ സമയത്ത് വലിയൊരു കിലോമീറ്റർ ഓടാത്ത വണ്ടി. അതെ. നല്ലൊരു റേറ്റ് വ്യത്യാസത്തിൽ കിട്ടുന്നുണ്ടല്ലേ? അടുത്ത 2020 മോഡൽ ZX സ്വിഫ്റ്റ് ആണ്. 2020 മോഡൽ ന്യൂ ഷേപ്പ് 65,000 കിലോമീറ്റർ ഓടിക്കുന്ന സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 6,50,000 രൂപയ്ക്ക് 2 വർഷം വാറന്റിയോട് കൂടി. 2020 മോഡൽ സ്വിഫ്റ്റ് ZX സിംഗിൾ ഓണർഷിപ്പ്, റീപ്ലേസ്മെന്റ് ഇല്ല. 650 680 ആണോ? 650 കൊടുക്കുക. 650 കിട്ടുന്നുണ്ടോ? 2020 ZX ഫുൾ ഓപ്ഷൻ വണ്ടി. അതെ. മാനുവൽ ആണ്. ഏകദേശം 18-20 റേഞ്ചിൽ മൈലേജും കിട്ടുന്നുണ്ടാവും.
ഇത് ZXi ഇതിന് മുകളിൽ ഒരു വേരിയന്റ് കൂടെ വരുന്നുണ്ടോ? ZXi പ്ലസ് അല്ലെങ്കിൽ ഇത് ZXi പ്ലസ്? ZXi പ്ലസ് അന്ന് ZXi ഉള്ളൂ. എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. ZXi ആണ് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, അടുത്ത 2022 മോഡൽ നല്ലൊരു അമേസ് 33,000 കിലോമീറ്റർ ഓടിക്കണം അമേസ്. ഹോണ്ട അമേസ് 33,000 കിലോമീറ്റർ ഓടിക്കണം. പ്രോ റേസിന്റെ ആഫ്റ്റർ മാർക്കറ്റ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ആ എല്ലോയ്ക്കാണ്. അതെ, കൈ പൈസ 6,90,000 2022 മോഡൽ 22 മോഡൽ. 33,000 കിലോമീറ്റർ ഓടിക്കണം സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 6,90,000 രൂപയ്ക്ക് ഫുൾ ഓൺ. വാറന്റിയോ? വാറന്റിയും കൊടുക്കാം നമുക്ക് 2 വർഷം. ഇത് വേരിയന്റ് ഫുൾ ഓപ്ഷൻ വരുന്നത്. അല്ല, കമ്പനി എല്ലോയ്സ് മാറ്റിയിട്ടുണ്ട്. ഉള്ളിലൊരു സ്ക്രീൻ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും വണ്ടി കിടിലനായിട്ടുണ്ട്. പെട്രോൾ ആണ്. ആകെ 33,000 കിലോമീറ്റർ വണ്ടി. സെറാമിക് ആഫ്റ്റർ ചെയ്യാനുള്ള സെറാമിക് വാറന്റി ഉള്ള വണ്ടി. നല്ല വണ്ടി. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. ഓണർഷിപ്പ് സിംഗിൾ തന്നെയാണ്. അതെ. 22 അമേസ് വരുന്നത് എസ് എന്നുള്ള വേരിയന്റ് ആണ്, ഫുൾ ഓപ്ഷൻ അല്ല. അതേസമയത്ത് പുതിയ വണ്ടിക്ക് 9.5 ലക്ഷം രൂപേന്റെ അടുത്താണ് റേറ്റ് വരുന്നത്. ഇവിടെ ചോദിക്കുന്നത് ഏകദേശം 2 വർഷം കൊണ്ട് 3 ലക്ഷം രൂപയുടെ അടുത്ത് വ്യത്യാസമുണ്ട്. അടുത്ത 2016 മോഡൽ 28,000 കിലോമീറ്റർ ഓടിക്കണം എക്സെന്റ്. 2016 മോഡൽ ഹ്യുണ്ടായി എക്സെന്റ്. പെട്രോൾ ആണോ ഡീസൽ ആണോ? പെട്രോൾ എക്സെന്റ് കാപ്പ എഞ്ചിൻ തന്നെയായിരിക്കും വരുന്നുണ്ട്. 28,000 ലോ കിലോമീറ്റർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്, റീപ്ലേസ്മെന്റ് ഇല്ല. 16 എക്സെന്റ് വേരിയന്റ് ഏതാ? SX. ഇത് SX എന്നുള്ള ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ വരുന്ന വേരിയന്റ് ആണ്. അതെ. സ്റ്റിയറിംഗ് ടിൽറ്റ്, ABS, സ്റ്റിയറിംഗ് കൺട്രോൾസ്, എയർ ബാഗ്സ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. റേറ്റ് എങ്ങനെ വരുന്നത്? 2016 3,60,000 രൂപ കൊടുത്തേക്കാം. വെറും 28,000 കിലോമീറ്റർ ഓടിക്കുന്ന വണ്ടി. അത്യാവശ്യം കംഫർട്ട് കിട്ടുന്ന നല്ലൊരു സെഡാൻ വണ്ടി ചെറിയൊരു ബഡ്ജറ്റായിട്ട് കിട്ടുന്നുണ്ടാവും അല്ലേ? ഏകദേശം 13 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടോ? അടുത്തത് സെലേറിയോ 2019 മോഡൽ സെലേറിയോ VXi ഓട്ടോമാറ്റിക് ആണ്. VXi AMT അല്ലേ? AMT 2019 മോഡൽ 1 ലിറ്റർ K സീരീസ് എഞ്ചിൻ ആയിരിക്കും വരുന്നുണ്ടാവും. AMT ഗിയർ ബോക്സിനകത്ത് 13 റേഞ്ചിൽ മൈലേജ് കിട്ടും. 2 വർഷം വാറന്റി കൂടി നമുക്ക് 4,50,000 രൂപ കൊടുത്തേക്കാം. 450 അല്ലേ? 450. കിലോമീറ്റർ 74,000. കമ്പനി ഹിസ്റ്ററി റീപ്ലേസ് ഒന്നുമില്ല. ലോണൊക്കെ എന്തോരം പറയാൻ വേണ്ടി പറ്റുന്ന നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. 4-4.5 ലക്ഷം രൂപ ആക്കി കൊടുക്കാം. അടുത്ത നമുക്ക് 2022 മോഡൽ 14,000 കിലോമീറ്റർ ഓടിക്കണ XZA ഓട്ടോമാറ്റിക്. XZ പ്ലസ് A ഓട്ടോമാറ്റിക്. XZA എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് 14,000 കിലോമീറ്റർ ഓടിക്കുന്ന സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. XZ എന്നുള്ള ഫുൾ ഓപ്ഷനിലേക്ക് വരുമ്പോഴേക്കും എയർ ബാഗ്സും അതേപോലെ തന്നെ ബാക്ക് വൈപ്പർ, ഡിഫോഗർ എല്ലാം വരും. എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ടാവും. നിലവിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. എനിക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോകാനുള്ള വകുപ്പ്. 6,25,000 രൂപ കൊടുത്തേക്ക് ഫുൾ ഓൺ. 2022 മോഡൽ 14,000 കിലോമീറ്റർ ഓടിക്കുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി. 6,25,000. പുതിയ വണ്ടിക്ക് എന്തോരം വരുന്നുണ്ടോ? പുതിയ വണ്ടിക്ക് എന്തായാലും ഒരു 10-11 ലക്ഷം വരില്ലേ? 10 ലക്ഷം ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി വരുന്നത്. 9 അടുത്ത് 10 അടുത്ത് എന്തായാലും ഉണ്ട്. അടുത്ത 2018 മോഡലാണ് ഇഗ്നീസ് ആൽഫ ഓട്ടോമാറ്റിക് ആണ്. 2018 മോഡൽ 66,000 കിലോമീറ്റർ ഓടിക്കണം സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓട്ടോമാറ്റിക് ആൽഫ എന്നുള്ളത് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. സ്റ്റാർട്ടും എയർ ബാഗ്, ABS കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 5,95,000 രൂപയ്ക്ക് 2 വർഷം വാറന്റിയോട് കൂടി കൊടുക്കാം നമുക്ക്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നല്ല വണ്ടി, ക്ലീൻ വണ്ടി. റേറ്റ് 5,95 പറഞ്ഞിട്ടുണ്ട്. അതെ. വാറന്റി വരുന്നുണ്ടാവും. വാറന്റി കൊടുക്കുന്നത്. ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്ന? മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം നമുക്ക്. ഏകദേശം ഒരു 13 റേഞ്ചിലൊക്കെ തന്നെ ഡീസന്റ് ആയിട്ട് മൈലേജും കിട്ടും അല്ലേ? 13 മുകളിൽ കിട്ടും. അടുത്ത 2018 മോഡൽ 20,000 കിലോമീറ്റർ ഓടിക്കുന്ന VXi. ആകെ 20,000 ഓടിയിട്ടുള്ളൂ. 20,000 കിലോമീറ്റർ ഓട്ടോമാറ്റിക് ആണ്. 6,60,000 രൂപയ്ക്ക് വാറന്റിയോട് കൂടി കൊടുക്കാം നമുക്ക്. 2 വർഷം വാറന്റിയോട് കൂടി. VXi ആണത്? VXi ആണ്. പക്ഷേ എല്ലോയ്സ് എഡിഷൻ ചെയ്തതാ. നിലവിലുള്ള കണ്ടീഷൻ ഒക്കെ നല്ല വണ്ടി. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത നല്ല വണ്ടി. ലോ കിലോമീറ്റർ ആണല്ലേ? അതെ. റേറ്റ് എത്രയായിരുന്നു പറഞ്ഞത്? ഇത് 6,60,000 രൂപ കൊടുക്കാം. 6,60,000 വാറന്റി കൊടുക്കും. 2 വർഷം വാറന്റി വരുന്നുണ്ടാവും. അടുത്ത 2021 മോഡലാണ് 25,000 കിലോമീറ്റർ ഓടിക്കുന്ന കൈഗർ. നമ്മളെ നിസാൻ മാഗ്നൈറ്റിന്റെ സെയിം സെഗ്മെന്റിൽ വരുന്ന സെയിം 5,40,000 രൂപയ്ക്ക് ഫുൾ ഓൺ. സിംഗിൾ ഓണർഷിപ്പ് തന്നെയല്ലേ? അതെ. റീപ്ലേസ് ഒന്നുമില്ലല്ലോ? ഇല്ല. 5,40,000 ഫുൾ ലോൺ കിട്ടുന്നുണ്ടാവും. അതെ. ഇത് വേരിയന്റ് ഏതാ വരുന്നത്? ഇത് സെക്കൻഡ് RXT ആണ്. RXT എന്നുള്ള മിഡിൽ ഓപ്ഷൻ ആയിട്ടാ വരിക അല്ലേ? അതെ. ഇത് നോർമൽ പെട്രോൾ അല്ലേ? ടർബോ പെട്രോൾ അല്ല. ടർബോ പെട്രോൾ അല്ല, നോർമൽ പെട്രോൾ. മൈലേജ് ഒക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും? ഒരു 14-15 ഒക്കെ പ്രതീക്ഷിക്കുക. അടുത്തത് ബലേനോ. അടുത്ത 2019 മോഡൽ 42,000 കിലോമീറ്റർ ഓടിക്കുന്ന ബലേനോ. ഇത് വേരിയന്റ് ഏതാ? ആൽഫ. 19 ഡീസലും ഉണ്ട്, പെട്രോൾ ആണ്. 2019 മോഡൽ വണ്ടി നിലവിൽ ലോക്ക്ഡ് ആണ്. വേരിയന്റ് ഏതായിരുന്നു പറഞ്ഞത്? ആൽഫ എന്നുള്ളത് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. LIS, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, എയർ ബാഗ്സ്, സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട്. 6,50,000 രൂപ കൊടുക്കാം. വണ്ടി ടൈറ്റ് ആയിട്ട് പാർക്ക് ചെയ്തത്. അപ്പോൾ ഒരുപാട് വണ്ടി ഉള്ളത് കൊണ്ടാണ് ഇത് റേറ്റ് 6,50,000 രൂപ. 6 ലക്ഷം രൂപ 2019 ബലേനോ ആൽഫയ്ക്ക്. പുതിയ വണ്ടിക്ക് 11 അടുത്ത് റേറ്റ് വരുന്നുണ്ട്. അതേ സമയത്ത് വാറന്റിയോ കൊടുക്കാം. വാറന്റി കൊടുക്കാൻ പറ്റും. അടുത്ത ബലേനോ 2017 മോഡൽ RS ബലേനോ 78,000 കിലോമീറ്റർ RS ആണ്. RS എന്നുള്ളത് ലിമിറ്റഡ് എഡിഷൻ ആണ്. അതെ. ടർബോ
പെട്രോൾ ആയിരിക്കും എഞ്ചിൻ വരുന്നുണ്ടാവും. ഏകദേശം 18 റേഞ്ചിലൊക്കെ മൈലേജും കിട്ടുന്നുണ്ടാവും. മാനുവൽ തന്നെയാണ്. RS എന്നുള്ള ലിമിറ്റഡ് എഡിഷൻ 2017 മോഡൽ അല്ലേ. 5,90,000 മാക്സിമം ലോൺ. 590 എപ്പോഴും കാണാത്ത വണ്ടിയാണ്. എല്ലാവരും മറ്റേ നമ്മൾ ആൽഫയിലൊക്കെ കാണുന്ന പോലെ തന്നെയുള്ള ഒരു ഇതെല്ലാം ഫീച്ചേഴ്സും വരുന്നുണ്ട്. അതായത് പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. ലോണ് ഏകദേശം എത്ര പറയാൻ വേണ്ടി പറ്റും? ലോൺ ചെയ്ത് കൊടുക്കാം നമുക്ക്. ഓക്കെ, മഹീന്ദ്രയുടെ തന്നെ വാല്യൂഷൻ ആയിരിക്കും. അതേസമയത്ത് 17 മോഡലിന് വാറന്റി നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല, കിട്ടൂല. 18 ശേഷമുള്ള വണ്ടിക്ക് വാറന്റി പ്രൊവൈഡ് ചെയ്യണം ഫസ്റ്റ്. അടുത്തത് 2018 മോഡലാണ് സെലേറിയോ എക്സ് വേരിയന്റ് വരുന്നത്. 90,000 ലിമിറ്റഡ് എഡിഷൻ ആയിട്ടാ വരിക. എയർ ബാഗ്സ് 2 വരുന്നുണ്ടല്ലേ. 90,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ. ഒന്നുമില്ല. 3,95,000 കൊടുക്കാം. നമ്മളിപ്പോ ഈ പറഞ്ഞ വണ്ടികൾക്ക് ഏതെങ്കിലും റീപ്ലേസ്മെന്റ് ഇല്ല, ഒന്നിനും ഇല്ല. ഇല്ല. ഓക്കെ, ZXi എന്നുള്ള ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ZXiയിൽ അത് LOIs വരുന്നില്ല, അന്ന് ഇറങ്ങിയിട്ടില്ല അല്ലേ. അടുത്ത വിലയോ? ഗ്ലാൻസ് ആണ്. രണ്ടും തന്നെ 2019 മോഡൽ ഗ്ലാൻസാ. ഗ്ലാൻസ V എന്നുള്ളത് ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ലേ? അതെ. 19 ഗ്ലാൻസ കിലോമീറ്റർ 56,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. മാനുവൽ ആണോ ഓട്ടോമാറ്റിക് ആണോ? ഇത് മാനുവൽ. മാനുവൽ ആണ്. ശരിക്കും V അല്ലേ ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുന്നത്? അതെ, GV 19 മോഡൽ ഉണ്ട്. കിലോമീറ്റർ 7 ലക്ഷം രൂപ കൊടുക്കുക. 56,000 കിലോമീറ്റർ ഓടിക്കണം. വാറന്റിയും കിട്ടുന്നുണ്ടോ 2 വർഷത്തെ? ഈ പറയുന്ന റേറ്റിന് പുറമെ നമ്മൾ ഇനി വാറന്റിക്ക് ഒരു കസ്റ്റമർ പൈസ ചെലവാക്കണ്ടല്ലോ? വേണ്ട. ഈ വാറന്റി ഉൾപ്പെടെയുള്ള റേറ്റ് പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് ലോൺ ചില വണ്ടികൾക്ക് ചിലപ്പോൾ നമുക്ക് സംവിധാനം ആക്കാൻ പറ്റുമെങ്കിൽ അതിന്റെ അഡീഷണൽ പൈസ കൊടുത്താൽ മതി. 17 വണ്ടി ചില വണ്ടിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഫസ്റ്റ് വൈസ് നോക്കിയിട്ട് വാങ്ങാം. നമ്മൾ വീഡിയോ സ്റ്റാർട്ടിങ് തന്നെ മാക്സിമം ലോണും മാക്സിമം വില കുറവ് അതേപോലെ തന്നെ ഫുൾ ലോണും ഒക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ പ്രൊഫൈല് കാര്യങ്ങളെല്ലാം പക്കയായിട്ടുള്ള ഒരു വ്യക്തിക്ക് എത്ര ദിവസം കൊണ്ട് വിടുന്ന ലോൺ? 3 ദിവസം കൊണ്ട് വണ്ടി ഡെലിവറി കൊടുക്കാൻ പറ്റും. 3 ദിവസം കൊണ്ട് വണ്ടി ഡെലിവറി കൊടുക്കാം. ഓക്കെ, കറക്റ്റ് ഡോക്യുമെന്റേഷൻ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് തരുന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ കൊടുക്കാം. മാക്സിമം നോക്കിയിട്ട് തന്നെ കൊടുക്കാം. 1 ദിവസം കൊണ്ട് കൊടുക്കും. 2 ദിവസം കൊണ്ട് 1 ദിവസം കൊണ്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ വണ്ടി. സെറ്റ്. ഈ ഫുൾ ലോൺ എന്ന് പറയുന്നത് കസ്റ്റമറുടെ ആ ഒരു പ്രൊഫൈൽ. അപ്പൊ നമ്മൾ ഫുൾ ലോൺ പറഞ്ഞിട്ട് ഫുൾ ലോൺ തന്നില്ലല്ലോ, കിട്ടിയില്ലല്ലോ എന്നുള്ള പരാതികളൊക്കെ ഒഴിവാക്കാമല്ലോ നമുക്ക്. അടുത്ത 2022 മോഡൽ അമേസ് ആണ്. 36,000 കിലോമീറ്റർ ഓടിയാണ്. 2022 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. വേരിയന്റ് V ആണോ? VX ആണ്. അതെ, കമ്പനി LOIs വരുന്നുണ്ട്. ബാക്ക് സെൻസേഴ്സും കൊടുത്തായിട്ട് കാണുന്നുണ്ട്. ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്നതാണ്. പെട്രോൾ അമേസ് ആണ്. ഏകദേശം 13 റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടും. പുതിയ വണ്ടിക്ക് ഏകദേശം 10ന്റെ പുറത്ത് റേറ്റ് വരുന്നുണ്ട്. 8,20,000 കൊടുത്തേക്കാം. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, എയർ ബാഗ്സ്, ABS ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോണ്ടയുടെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ ആണെന്നുള്ളതാണ്. 8,20,000 റേറ്റ് പറഞ്ഞത്. പുതിയ വണ്ടിയേക്കാൾ 2 ലക്ഷം രൂപയുടെ അടുത്ത് വ്യത്യാസം വരുന്നുണ്ട്. അതേ സമയത്ത് ലോൺ 8 ലക്ഷം ആക്കി കൊടുക്കാം. ഓക്കെ, 20,000 രൂപയ്ക്ക് വണ്ടി ഇറക്കാം അല്ലേ? കൊടുക്കാം. വാറന്റി കിട്ടൂലേ? കൊടുക്കാം. ഓക്കെ, അടുത്തത് 2021 മോഡൽ 24,000 കിലോമീറ്റർ VX എക്സ്പ്രസോ. 24,000 കിലോമീറ്റർ 21 മോഡൽ. മാനുവൽ ആണോ? 4,30,000 രൂപയ്ക്ക്. VXiന്റെ അകത്ത് സാധാരണ സ്ക്രീന് വരാത്തതാണ്. ഇതിന്റെ അകത്ത് ബാക്കിൽ ഒരു റിവേഴ്സ് ക്യാമറ കൊടുത്തായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് ഒരു സ്ക്രീന് കൊടുത്തിട്ടുണ്ടല്ലേ. VXi എന്നുള്ള ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ വരുന്ന വേരിയന്റ് ആണ്. അനുസ്കാർ റേറ്റ് എങ്ങനെയാ വരുന്നത്? ഇത് 4,30,000 രൂപ. 4,30,000. അതേ സമയത്ത് ലോണൊക്കെ എത്ര പറയാം? 4 ലക്ഷം ലോൺ ആക്കി കൊടുക്കാം. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. അടുത്ത പോളോ. പെട്രോൾ ആണോ ഡീസൽ ആണോ? 2020 മോഡൽ 78,000 കിലോമീറ്റർ പോളോ. ഇത് 1 ലിറ്റർ ആണോ 1.2 ആണോ? 1.2 പെട്രോള്. ട്രെൻഡ് ലൈൻ അത്. അതെ, 6,30,000 രൂപ കൊടുത്തേക്കാം. 77,000 കിലോമീറ്റർ ഓടിക്കണം. 2020 മോഡൽ പോളോ. 6,30,000 രൂപ. വാറന്റി കിട്ടുന്നുണ്ടോ 2020 മോഡൽ പോളോ? ഓണർഷിപ്പ് ഒക്കെ എത്രയാണ്? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടി. ന്യൂ ഷേപ്പിൽ വരുന്ന ലാസ്റ്റ് ജനറേഷൻ പോളോ ആണ്. അതെ. ലോണൊക്കെ എന്തോരം പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ? മാക്സിമം ലോൺ നോക്കി കൊടുക്കാം. ഓക്കെ, വേറെ എടുക്കുന്നൊക്കെ വേറെ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. 13-15 റേഞ്ചിൽ ഡീസന്റ് ആയിട്ട് മൈലേജും കിട്ടുന്നുണ്ടോ? അടുത്ത 2016 മോഡൽ 28,000 കിലോമീറ്റർ ഓടിയേക്കണം. 2016 മോഡൽ 28,000 കിലോമീറ്റർ ഓടിയ പോളോ അല്ലേ? അതെ. ഏതാണിത്? പെട്രോൾ ആണോ ഡീസൽ ആണോ? ഇത് പെട്രോൾ. ലോ കിലോമീറ്റർ വണ്ടി. പെട്രോൾ 1.2 ആണോ 1 ലിറ്ററിലാണോ വരുന്നത്? 1.2 അല്ല വരുവാ. 1.2 ഉണ്ട്. 1.2 ആണ്. 1.2 ആണ്. ഹൈലൈൻ 1.2. ഫുൾ ഓപ്ഷൻ വരുന്ന വണ്ടിയാണ്. അതെ, 2016 മോഡൽ വെറും 28,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. അതെ. വേറെ റീപ്ലേസ്, ആക്സിഡന്റ് ഹിസ്റ്ററി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. KL13 ക്വാളിറ്റി വണ്ടി. 5,70,000 രൂപ കൊടുത്തേക്കാം. 5,70,000 2016 കിലോമീറ്റർ പോളോ അല്ലേ? അതെ. എടുക്കുന്നൊക്കെ വേറെ വർക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അടുത്ത ഡ്രൈവറാണ്. ഈ വെർണയോ കൊടുത്തതാ. അഡ്വാൻസാ. എത്ര വേരിയന്റ് അല്ല എത്ര മോഡൽ എത്ര റേറ്റ്? അത് 3,55,000 രൂപ കൊടുത്തത്. മോഡല് 2013 മോഡൽ. അടുത്ത 2020 മോഡൽ ഡ്രൈവറാണ്. 30,000 കിലോമീറ്റർ ഓടിക്കണം. മാനുവൽ ഡ്രൈവർ. 2020 മോഡൽ മാനുവൽ ഡ്രൈവർ. 30,500 കിലോമീറ്റർ. ഇത് വേരിയന്റ് ഏതാ? ഇത് RXT 1000cc എഞ്ചിൻ ആണ്. 15 റേഞ്ചിൽ മൈലേജ് കിട്ടും. ചെറിയൊരു വയസ്സൊക്കെ 7 സീറ്റ് വണ്ടി. 2 എയർ ബാഗ് വരുന്നുണ്ടാവും. 4 പവർ വിൻഡോസ്, AC, പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ടാവും. അതെ. നിലവിൽ
റീപ്ലേസ് 2 വർഷം വാറന്റിയോട് കൂടി നമുക്ക് 5,40,000 രൂപ കൊടുത്തേക്കാം. 2020 മോഡൽ ട്രൈബർ 5,40,000 രൂപ ഫുൾ ഓൺ. ശരി, അടുത്തത് അടുത്ത നെക്സോൺ, ഡീസൽ നെക്സോൺ BS6 വരുന്ന വണ്ടി അല്ലേ? 2020 മോഡലാണ് നെക്സോൺ. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി, 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് വേരിയന്റ് എക്സെറ്റ് ഫുൾ ഓപ്ഷൻ വണ്ടി, ഫുൾ ഓപ്ഷൻ 6,90,000 രൂപ കൊടുത്തേക്കാം ഫുൾ ഓൺ. ഓട്ടോമാറ്റിക് AC കാര്യങ്ങളെല്ലാം വരുന്നുണ്ടാവും. 690 2020 എക്സെറ്റ് സിംഗിൾ ഓണർഷിപ്പ് നെക്സോൺ 20ന്റെ അടുത്ത് തന്നെ മൈലേജ് കിട്ടുന്നുണ്ടാവും. റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. മാക്സിമം കസ്റ്റമർ എല്ലാ വണ്ടികളും ചോദിച്ച് മനസ്സിലാക്കി എക്സിക്യൂട്ടീവ് ഫോൺ എടുക്കുന്നതിൽ വിവരങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വന്നാൽ ആരൊക്കെ ഉപയോഗിച്ച വണ്ടിയാണല്ലോ. നമ്മളാൽ അറിയുന്ന കുട്ടികൾ നമ്മൾ എന്തായാലും പറയുന്നുണ്ട്. അങ്ങോട്ടേക്കുള്ള 2 വർഷം വാറണ്ടി കിട്ടുന്നതുകൊണ്ട് നമുക്ക് 2 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ സംസാരിച്ച് ക്ലിയർ ആക്കിയിട്ട് വന്നാൽ മതിയല്ലോ കസ്റ്റമർ. പല ആൾക്കാർ പല നാടുകളിൽ നിന്നൊക്കെ വരണതാണ്. എല്ലാം ചോദിച്ച് മനസ്സിലാക്കുക. ഒരുപാട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. എല്ലാരും ഫോൺ എടുക്കാതിരിക്കുമല്ലോ. ഒരു കമന്റ് നമുക്ക് ഒഴിവാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ വീഡിയോ നമ്മളോട് റാപ്പ് ചെയ്യാണ്. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വണ്ടികളെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് സ്ക്രീനിൽ തന്നെ ഒരുപാട് നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വരെ മാറി മാറി വിളിക്കാവുന്നതാണ്. കാരണം പെട്ടെന്ന് വിളിച്ചാൽ ഫോൺ എടുക്കാൻ ചിലപ്പോൾ കോൾ ഉള്ളതിനെ കൊണ്ട് ബുദ്ധിമുട്ടായിരിക്കാം. അതേപോലെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വാട്സാപ്പിലും കൂടെ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. മറ്റൊരു വീഡിയോ കാണുമ്പോൾ ഹാപ്പി സൈനിങ്.